അതെ, പ്രഭാഷണം തുടരാണ്ട. അതായത് നമ്മളുടെ പഴയ വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് ഫീ കൂട്ടിയതായിട്ട് കുറച്ച് ആളുകളെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഓട്ടോറിക്ഷയുടെ ഒക്കെ കാര്യം കട്ടപ്പുക എന്ന് തന്നെ പറയാമല്ലേ? അതായത് എത്രയോ ഇരട്ടിയാണ് കൂട്ടിയിരിക്കുന്നത്. ഇത് എന്ത് മാനദണ്ഡമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെതിരെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്തെങ്കിലും മിണ്ടിയതായിട്ട് ഞാൻ കേട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ഈ കേരളത്തിലുള്ള രണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും നമുക്കൊന്നും കൂടെ ഇല്ല. ഇപ്പൊ ഇലക്ഷന്റെ മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ ഇലക്ഷന്റെ പോസ്റ്ററിലൊക്കെ എന്നും നിങ്ങളോടൊപ്പം, ഞാനുണ്ട് നിങ്ങളോടൊപ്പം എന്നുണ്ട്. ആരുണ്ട്? ആരുമില്ല. അവനവൻ തന്നെ ഉള്ളൂ. അതാദ്യം നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഇത്രയും വലിയ ഫീസ് കൂട്ടിയിട്ട് ഇത്രയും ഓട്ടോറിക്ഷക്കാരോട് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരല്ലേ, അവർക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു നിയമത്തിനെതിരെ ആരെങ്കിലും ഇലക്ഷന്റെ വാഗ്ദാനങ്ങളിൽ ചുമ്മാ പേപ്പറിലെങ്കിലും ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തു തരാം എന്ന് ആരെങ്കിലും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ വോട്ട് ചോദിക്കാൻ വരുന്നവരോട് ഇതൊക്കെ ഒന്ന് പറയുക. കാരണം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ അതായത് ഈ വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കച്ചവടം ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ചോറിൽ മണ്ണ് വാരിയിട്ടുള്ള നിയമമാണ് ഈ വന്നേക്കുന്നത്. ഇത് കുറ്റം പറയണമല്ല, ഇത് വൻകിട കമ്പനികളെ പുതിയ വണ്ടികൾ എടുക്കാൻ പ്രേരിപ്പിക്കാനായിട്ടുള്ള നിയമം തന്നെയാണ്. അത് എന്ത് പറഞ്ഞാലും അത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക. ഒരുപാട് അത്താഴപ്പട്ടിണിക്കാരുണ്ട്. ഇവർക്കൊന്നും മേളിലിരുന്നുണ്ട് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ അനുഭവിക്കുന്ന ഇഷ്ടംപോലെ അത്താഴപ്പട്ടിണിക്കാരുണ്ട്. പൊല്യൂഷൻ കുറയ്ക്കാനാണെങ്കിൽ മുല്ലപ്പെരിയാർ നമ്മുടെ തലയ്ക്ക് മേലെയാണ് അല്ലേ? അതാദ്യം പൊട്ടാതെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ പൊല്യൂഷൻ പോരെ? അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം, എന്തായാലും ഷെയർ ചെയ്യണം. ഇത് ഒരു മനുഷ്യനും പറഞ്ഞായിട്ട് കേട്ടില്ല. ആരെങ്കിലുമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ കേട്ടോ.